ഇതിന് ഇങ്ങനൊരു ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഒരു ആവശ്യവും ഇല്ല. പമ്പയിൽ വെച്ചത് ചേരേണ്ട ആവശ്യമുണ്ടോ? ഈ വിദഗ്ധരായിട്ടുള്ള TK നായരെയും അതുപോലെ മുൻ പോലീസ് മേധാവിയായിട്ടുള്ള അവരെയൊക്കെ വിളിച്ച് അവിടെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ദർബാർ ഹാളിൽ വിളിച്ചൊരു യോഗം വിളിച്ച് ചർച്ച ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. എന്ത് നേട്ടമാണ് ഇതുകൊണ്ടുണ്ടായത്? 4650 പേർ രജിസ്റ്റർ ചെയ്തു എന്ന് മന്ത്രി പറയുന്നു. എത്ര പേരാ പങ്കെടുത്തത്? നിങ്ങൾ ദൃശ്യമാധ്യമ പ്രവർത്തകർ തത്സമയ സംപ്രേക്ഷണത്തിലൂടെയാണ് കാണിച്ചത്. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെയാണ് കുറ്റം പറയുന്നത്. കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച്, നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രതിപക്ഷം ക്യാമ്പയിൻ നടത്തുന്നു, കോൺഗ്രസ് ക്യാമ്പയിൻ നടത്തുന്നു എന്നാണ് പറയുന്നത്. എന്തൊരു വിരോധാഭാസമാണ്, എന്തൊരു ഹീനമാണ്. എന്തിനേയും ന്യായീകരിക്കാൻ. അതാണ് ഞാൻ പറഞ്ഞ, ഓരോ ഹാളിലും നിന്ന് ദൃശ്യമാധ്യമ പ്രവർത്തകർ തത്സമയ സംപ്രേക്ഷണത്തിലൂടെ ഒഴിഞ്ഞ കസേരകളുടെ സാന്നിധ്യത്തിൽ വിദഗ്ധർ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് ഈ കേരളം, മലയാളി സമൂഹം ഒന്നടങ്കം കണ്ടതല്ലേ? ആ കണ്ടതിനെയാണ് പറഞ്ഞത്. കൃത്രിമ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് പിൻനിരയിൽ നിന്ന് പടമെടുത്ത് മാധ്യമങ്ങൾ ബോധപൂർവമായി അപകീർത്തിപ്പെടുത്താൻ പരിശ്രമിക്കുന്നു. കോൺഗ്രസ് ആ ക്യാമ്പയിന് നേതൃത്വം കൊടുക്കുന്നു എന്നാണ് ഇപ്പോൾ മന്ത്രി മാത്രമല്ല, പാർട്ടി സെക്രട്ടറി ഇന്ന് രാവിലെ പറഞ്ഞു. ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഭാഗമായിട്ടാണ്. അഖില ലോക വിജയമായിരുന്നു ആഗോള അയ്യപ്പ സംഗമം എന്നാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി അവകാശപ്പെടുന്നത്. ഇതെല്ലാം പിണറായി ഭക്തിയുടെ ഭാഗമായി MV ഗോവിന്ദൻ അത് പറഞ്ഞേ മതിയാകൂ, അല്ലെങ്കിൽ പിന്നെ നിലനിൽപ്പില്ല എന്നറിയാവുന്നതുകൊണ്ടാണ് ഇനി മത്സരിച്ചായിരിക്കും ഇതിന്റെ ന്യായീകരണവുമായി സഖാക്കൾ രംഗത്ത് വരുന്നത്. ഓക്കെ, പറയാം. മലയാള സിനിമയ്ക്കും കേരളക്കരയ്ക്കും ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമാണ് ശ്രീ മോഹൻലാലിന് ദാദാസാഹബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത്. സത്യത്തിൽ എല്ലാ മലയാളികൾക്കും അഭിമാനിക്കാൻ അവസരം നൽകുന്നത് രണ്ടാമത് പ്രാവശ്യമാണ് കേരളത്തിന് ഫാൽക്കെ അവാർഡ് ലഭിക്കുന്നത്. ശ്രീ അടൂർ ഗോപാലകൃഷ്ണന് ശേഷം നമുക്കറിയാം, ദേശീയ തലത്തിൽ സിനിമാ ലോകത്തെ സമഗ്രമായ സംഭാവനയ്ക്ക് നൽകുന്ന പരമോന്നതമായിട്ടുള്ള പുരസ്കാരമാണ് ഫാൽക്കെ അവാർഡ്. ആ അവാർഡിന് മോഹൻലാൽ അർഹനാകുക എന്ന് പറഞ്ഞാൽ 100% അർഹതയ്ക്കുള്ള അംഗീകാരമാണ്. ഏത് വേഷവും അനായാസം കൈകാര്യം ചെയ്യാനുള്ള അനിതര സാധാരണമായ മികവും കഴിവുമുള്ള അതുല്യ പ്രതിഭയാണ് ശ്രീ മോഹൻലാൽ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമാ ലോകത്തെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ മുതൽ ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്യപ്പെട്ട സിനിമ അടക്കമുള്ള മുഴുവൻ സിനിമകളിലും വൈവിധ്യമാർന്ന വേഷങ്ങൾ, വളരെ ഭിന്നമായിട്ടുള്ള കഥാപാത്രങ്ങൾ, അതൊക്കെ തന്മയത്വത്തോടുകൂടി അവതരിപ്പിക്കാനുള്ള അസാധാരണമായ അഭിനയ പാടവം, മികവ്, കഴിവ്, അത് വളരെ അപൂർവം കലാകാരന്മാർക്ക്, നടന്മാർക്ക് മാത്രം ലഭ്യമായിട്ടുള്ളൊരു കഴിവാണ് ശ്രീ മോഹൻലാലിൻ്റെ. ഏത് വേഷവും, ഏത് തലത്തിലും ഏത് തരത്തിലുള്ള വേഷവും അനായാസകരമായി കൈകാര്യം ചെയ്യാനുള്ള അനിതര സാധാരണമായ അത്യപൂർവമായ കഴിവുള്ള അതുല്യ പ്രതിഭയാണ് ശ്രീ മോഹൻലാൽ. ആ മോഹൻലാലിന് ദാദാസാഹബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചതിലുള്ള അതിയായ സന്തോഷം ഒരു മലയാളി എന്ന നിലയിൽ അതിലുള്ള അഭിമാനബോധം ഈ അവസരത്തിൽ പ്രത്യേകമായി പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുക.